www.hubburrasool.net. അല്ലാഹുവിന്റെ ഹബീബ് ഫറള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുത്തുനബി നിർബന്ധമാക്കുകയാണ് സക്കാത്തുൽ ഫിത്ർ, ഫിത്ർ സക്കാത്ത്. അതെന്തിനു വേണ്ടിയാണ് നിർബന്ധമാക്കിയത്? ഒന്നാമതായി അത് തുഹറത്തുൽ ലിസ്സൗം, നമ്മുടെ നോമ്പിനെ ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ്. അതിന്റെ എല്ലാ കീടങ്ങളും വാക്കാലും പ്രവൃത്തിയാലും ഉണ്ടായ നോമ്പിൽ വരാൻ പാടില്ലാത്ത അശ്ലീല പദങ്ങൾ, അനാവശ്യ സംസാരങ്ങൾ, പ്രവൃത്തികൾ, ഇതിൽ നിന്ന് നോമ്പിനെ ശുദ്ധീകരിക്കാനാണ് ഫിത്ർ സക്കാത്ത്. അതോടൊപ്പം വതുഅമത്തുൽ മസാകീൻ, നമ്മുടെ സുപ്രധാനമായ ഒരു ആഘോഷ ദിവസമായ പെരുന്നാളിന്റെ അന്ന് ഒരൊറ്റ മുസ്ലിം വീടും പട്ടിണി കിടക്കുന്നത് ഉണ്ടാകാൻ പാടില്ല. അവർക്ക് വേണ്ടിയുള്ള ഭക്ഷണം അത് എത്തിച്ചു കൊടുക്കുക. ഈ രണ്ട് ലക്ഷ്യമാണ് ഫിത്ർ സക്കാത്തിന്റെ പിന്നിലുള്ളത്. മഹാനായ ഇമാം വഖീ റഹ്മത്തുള്ളാഹി അലൈഹി ഇതിനെ ഉപമിച്ചിരിക്കുന്നത്, നാം നിസ്കാരത്തിൽ എന്തെങ്കിലും ചെറിയ ന്യൂനത വന്നാൽ 2 സഹ്വിന്റെ സുജൂദ് ചെയ്തുകൊണ്ട് അത് പരിഹരിക്കുന്നത് പോലെ നോമ്പിൽ വരുന്ന ന്യൂനതകളെ പരിഹരിക്കാനുള്ള സഹ്വിന്റെ സുജൂദിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു കർമ്മമാണ് ഫിത്ർ സക്കാത്ത്. അതും കൂടി ഈ നോമ്പിന്റെ പൂർണ്ണതയ്ക്ക് ആവശ്യമുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോഴാണ് നമ്മൾ സമ്പൂർണ്ണ സംസ്കരണം നേടിയവരാകുക. ആ ഫിത്ർ സക്കാത്ത് നമ്മൾ കൊടുക്കാൻ സമയം ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് നിർബന്ധമാകുന്നത് പരിശുദ്ധമായ പെരുന്നാളിന്റെ ആ രാത്രി പിറക്കുന്നതോടുകൂടിയാണ്. അങ്ങനെ നിർബന്ധമാകുന്ന ഫിത്ർ സക്കാത്ത് ആർക്കാണ് കൊടുക്കേണ്ടത്, ആരാണ് കൊടുക്കേണ്ടത്? അതിന് വലിയ സാമ്പത്തിക ശേഷിയുടെ ആവശ്യമില്ല. പെരുന്നാളിന്റെ രാവും പകലും അന്ന് താമസിക്കാനുള്ള വീട്, ഭുജിക്കാനുള്ള ഭക്ഷണം, ധരിക്കാനുള്ള വസ്ത്രം, അതോടൊപ്പം അവർക്ക് ഭാരിച്ച കടം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വീട്ടിക്കൊടുക്കാനുള്ള ആസ്തി, ഇത് ഉള്ള ഏതൊരാളും ഫിത്ർ സക്കാത്ത് കൊടുത്തിരിക്കണം. അപ്പം നമ്മുടെ കൂട്ടത്തിൽ ഏകദേശം ആളുകളും ഫിത്ർ സക്കാത്ത് നിർബന്ധമുള്ളവരായിരിക്കും. അങ്ങനെ നിർബന്ധമുള്ള ആൾ അയാളുടെ സക്കാത്ത് മാത്രം കൊടുത്താൽ പോരാ, അയാളുടെ ആശ്രിതരായ ഭാര്യ, ചെറിയ മക്കൾ തുടങ്ങി അയാളെ ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ സക്കാത്തും കൂടി അയാൾ കൊടുക്കണം. ആരുടെ പേരിലൊക്കെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്? റമളാനിന്റെ അവസാന നിമിഷവും അതുപോലെ പെരുന്നാളിന്റെ ആദ്യ നിമിഷവും സക്കാത്ത് കൊടുക്കാൻ അർഹരായുള്ളവരുടെ പേരിൽ കൊടുത്താൽ മതി. എന്ന് പറയുമ്പോൾ ഒരാൾക്ക് കുഞ്ഞ് ജനിക്കുന്നത് പെരുന്നാളിന്റെ അന്ന് രാത്രി മഗ്‌രിബിന് ശേഷമാണ് ഒരു കുട്ടി ജനിക്കുന്നതെങ്കിൽ ആ കുട്ടിയുടെ പേരിൽ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടതില്ല. ആ കുട്ടി റമളാനിൽ ഇവിടെ ഇല്ലാത്തതുകൊണ്ട്. വേറൊരാൾ വിവാഹിതനാകുന്നത് പെരുന്നാളിന്റെ അന്ന് രാത്രിയാണ്. ആ ഭാര്യയുടെ പേരിൽ അയാൾ അന്ന് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടതില്ല. ഇവൾ ഭാര്യയായി നോമ്പിന് ഇയാളെ കൂടെ ഇല്ലാത്തതുകൊണ്ട്. ഇതുപോലെ തന്നെ എന്നാൽ റമളാൻ കഴിഞ്ഞ് പെരുന്നാൾ പിറന്നതിന് ശേഷം ഒരാൾ മരണപ്പെട്ടുപോയി, അയാളുടെ പേരിൽ ഫിത്ർ സക്കാത്ത് കൊടുക്കണം. കാരണം അയാൾ റമളാനിലും പെരുന്നാളിന്റെ സമയത്തും അയാൾ ഉണ്ടായിരുന്നു എന്നതുകൊണ്ട് അയാളുടെ പേരിൽ സക്കാത്ത് കൊടുക്കണം. അതേ സമയത്ത് ഒരാൾ ഭാര്യയെ ത്വലാഖ് ചെല്ലുന്നത് പെരുന്നാളിന്റെ അന്ന് രാത്രിയാണ്. എന്നാലും ആ ഭാര്യയുടെ പേരിൽ അയാൾ ഫിത്ർ സക്കാത്ത് കൊടുക്കണം. ഇയാളുടെ ഭാര്യയായി ഇവൾ റമളാനിലും പെരുന്നാളിന്റെ ആദ്യ നിമിഷത്തിലും ഉണ്ടായതുകൊണ്ട്. ഇങ്ങനെ ഒരാൾ പെരുന്നാൾ ആകുന്നതിന് മുമ്പ് മരിച്ചുപോയി, റമളാനിന്റെ അവസാന നിമിഷം മരിച്ചുപോയി, പെരുന്നാൾ പറന്നിട്ടില്ല, എന്നാൽ അയാളുടെ പേരിൽ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടതില്ല. ഈ രീതിയിൽ നിർബന്ധമായ ആളുകളുടെ പേരിൽ സക്കാത്ത് കൊടുക്കണം. എത്രയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർബന്ധമാക്കിയത് ഒരു സ്വാആണ്. ഒരു സ്വാ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ അളവ് കുറഞ്ഞ കാലമാണ്, ഇന്നെല്ലാം തൂക്കമാണ്. അങ്ങനെ തൂക്കുമ്പോൾ സ്വാഭാവികമായും അരിയുടെ കനത്തിനും മറ്റൊക്കെ അനുസരിച്ച് ഏറ്റ വ്യത്യാസങ്ങൾ ഉണ്ടാകും. പല നാടുകളിലും 2,600 കൊടുക്കുന്നവരുണ്ട്, ചിലയിടത്ത് 2,500 കൊടുക്കും, ചിലയിടത്ത് 2,800 കൊടുക്കും. അപ്പൊ അതാത് നാടുകളിൽ ഈ അളവെത്ര കൊടുക്കുന്ന വെച്ചാൽ അടഞ്ഞു പോയിട്ട് ഖിലാഫ് ഉണ്ടാക്കണ്ട, അതനുസരിച്ച് കൊടുക്കുക. ഒരു 2,600 2,800 ഒക്കെ ഉണ്ടായാൽ എന്തായാലും അത് മതിയാകും. ആ രീതിയിൽ വീട്ടിലെ ഓരോ മെമ്പർമാരുടെ പേരിലും ഫിത്ർ സക്കാത്ത് നമ്മൾ കൊടുക്കണം. ഇത് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ.
ഒരാളുടെ ഭാര്യ പിണങ്ങിപ്പോയിരിക്കുകയാണ്. അവളെ ഭർത്താവ് വീട്ടിലേക്ക് വിളിച്ചിട്ട് വരുന്നില്ല. ശർഈയായ പിണക്കം, പിണങ്ങിയിട്ടാണ് അവൾ പോകുന്നത് എങ്കിൽ ഭർത്താവിന്റെ കാരണം കൊണ്ടല്ല. അങ്ങനെയുള്ള ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കൽ നിയമമനുസരിച്ച് ഭർത്താവിന് ബാധ്യതയില്ല. അതുകൊണ്ട് തന്നെ അവളുടെ ഫിത്ർ സക്കാത്ത് കൊടുക്കലും ഭർത്താവിന്റെ ചുമതലയിൽ ഇല്ല. ഇനി ഒരാളുടെ ഭാര്യ, അവൾ നല്ല സമ്പന്നയാണ്, ഭർത്താവ് സക്കാത്ത് കൊടുക്കാൻ മാത്രം സാമ്പത്തിക ശേഷി ഇല്ലാത്ത ആളാണ്. എന്നാലും ആ ഭാര്യയുടെ ഫിത്ർ സക്കാത്ത് സമ്പന്നയായ ആ ഭാര്യയ്ക്ക് കൊടുക്കൽ നിർബന്ധമില്ല. എന്തുകൊണ്ട്? അവളെ ഫിത്ർ സക്കാത്ത് ഭർത്താവിന്റെ ചുമതലയാണ്. അയാൾക്ക് ശേഷിയില്ലാത്തതുകൊണ്ട് അവൾക്ക് ഫിത്ർ സക്കാത്ത് നിർബന്ധമില്ല. എന്നാൽ ശേഷി ഉള്ളതുകൊണ്ട് അവൾ കൊടുക്കൽ സുന്നത്താണ്. നിർബന്ധം ഭർത്താവിനാണ്, ഭാര്യയ്ക്ക് സക്കാത്ത് നിർബന്ധമാകുന്നില്ല. ഇതുപോലെ ഒരാളുടെ ഭാര്യ, അവള് താമസിക്കുന്നത് അവളെ വീട്ടിലാണ്, അത് വേറെ മഹല്ലിലുമാണ്, പ്രസവിക്കാനോ മറ്റോ പോയി അവിടെ കൂടുകയാണ്. എന്നാൽ അവളെ ഫിത്ർ സക്കാത്ത് ആ നാട്ടിലാണ് കൊടുക്കേണ്ടത്, ഭർത്താവിന്റെ നാട്ടിൽ അല്ല. ഗൾഫിൽ താമസിക്കുന്ന ആളുകൾ അവരുടെ ഫിത്ർ സക്കാത്ത് അവിടെയാണ് കൊടുക്കേണ്ടത്. വാങ്ങാൻ അർഹരായ ധാരാളം ആളുകൾ ഒരുപക്ഷെ അവരെ റൂമിൽ തന്നെ ഉണ്ടാകും, പരിസരത്തുണ്ടാകും. അവരെ കണ്ടെത്തി കൊടുക്കുക എന്ന ഏറ്റവും അനിവാര്യമായ ആ രീതി തന്നെയാണ് നമ്മൾ പിന്തുടരേണ്ടത്. ഇങ്ങനെ അതാത് താമസ സ്ഥലത്ത് തന്നെ അവരുടെ സക്കാത്ത് വിതരണം ചെയ്യണം. വിതരണം ചെയ്യാനുള്ള സമയം ഒരാൾക്ക് റമളാൻ 1 മുതൽക്ക് തന്നെ വേണമെങ്കിൽ ഫിത്ർ സക്കാത്തിന്റെ വിതരണം നടത്താം. പക്ഷേ ഒരു നിബന്ധനയുണ്ട്. പെരുന്നാളിന്റെ ദിവസമായി കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ ഫിത്ർ സക്കാത്ത് സ്വീകരിച്ച ആള് അന്ന് ഫിത്ർ സക്കാത്ത് സ്വീകരിക്കാൻ അർഹനായി അവിടെ ഉണ്ടായിരിക്കണം. അല്ലാതെ പോയാൽ അയാൾ ഒന്നുകൂടി കൊടുക്കേണ്ടി വരും. ഉദാഹരണത്തിന് ഫിത്ർ സക്കാത്ത് സ്വീകരിച്ച ആള് പെരുന്നാളിന്റെ അന്നായപ്പോഴേക്ക് അയാൾ മരണപ്പെട്ടുപോയി, നോമ്പിന് തന്നെ മരിച്ചുപോയി. അപ്പൊ അദ്ദേഹത്തിന്റെ ആ സക്കാത്ത് നമുക്ക് മതിയാവൂല, പെരുന്നാളിന്റെ അന്ന് വേറെ ഒന്നുകൂടി കൊടുക്കേണ്ടി വരും. ഇതുപോലെ ഒരാൾ ഫിത്ർ സക്കാത്ത് വാങ്ങി അദ്ദേഹം പെരുന്നാളിന്റെ അന്ന് പണക്കാരനായി, പെരുന്നാളിന്റെ മുമ്പായിട്ട് നോമ്പിന്റെ അവസാനത്തിൽ എല്ലാവരും കൂടി അയാൾക്ക് കാശ് കൊടുത്തിട്ട് അയാൾ സമ്പന്നനായി. അപ്പം പെരുന്നാളിന് അയാൾ വാങ്ങാൻ അർഹനല്ല. അതുകൊണ്ട് ഈ ആദ്യം കൊടുത്തത് ഒരു സ്വതക്കയായി മാറും. നമ്മൾ രണ്ടാമത് ഫിത്ർ സക്കാത്ത് വേറെ കൊടുക്കേണ്ടി വരും. ആ രീതിയിൽ വേണമെങ്കിൽ 1 മുതൽ കൊടുക്കുക. അപ്പൊ അത്ര നല്ലതല്ല എന്ന് നമുക്ക് മനസ്സിലാകും. ഇനി നിർബന്ധമാകുന്നത് പെരുന്നാളിന്റെ അന്ന് മഗ്രിബോടുകൂടെയാണ്. അത് പെരുന്നാൾ നിസ്കാരത്തിന് പോകുന്നതിന് മുമ്പ് തന്നെ കൊടുത്തു വിട്ടുക. പണ്ഡിതന്മാർ അതിന് പല രേഖകളും ഉദ്ധരിച്ചിട്ടുണ്ട്. ഖുർആനിൽ തന്നെ അതിന്റെ സൂചന പറഞ്ഞിട്ടുണ്ട്. അത് അഫ്ലഹ മൻ സക്കാഹ വഖദ് അഫ്ലഹ മൻ തസക്കാ വദക്കറ സ്മ റബ്ബിഹി ഫസല്ലാ. തക്ബീറും പെരുന്നാൾ നിസ്കാരവും ഒക്കെ വരുന്നതിന് മുമ്പാണ് ഫിത്ർ സക്കാത്ത്. അതുകൊണ്ട് ആദ്യം ഫിത്ർ സക്കാത്ത് നിസ്കാരത്തിന്റെ മുമ്പ് കൊടുത്തു വിട്ടുക. അങ്ങനെ അതാണ് ഏറ്റവും അഭികാമ്യം. പെരുന്നാളിന്റെ പകലിനെയും വിട്ട് ഫിത്ർ സക്കാത്ത് നമ്മൾ പിന്തിച്ചു വെക്കരുത്. പകലിൽ എന്തായാലും നമ്മൾ കൊടുത്തു വീട്ടണം. അങ്ങനെ അർഹരായ ആളുകളെ തെരഞ്ഞ് നമ്മുടെ അയൽവാസികൾ, അടുത്ത ബന്ധുക്കൾ, അകന്ന ബന്ധുക്കൾ, കൂട്ടുകാർ, ഇവരൊക്കെ പ്രത്യേകം പരിഗണിച്ച് സക്കാത്തിന്റെ അർഹരായ മിസ്കീൻ, ഫക്കീർ, കടം കൊണ്ട് പ്രയാസപ്പെടുന്നവൻ, വഴിയാത്രക്കാരൻ, അതുപോലെ പുതുവിശ്വാസി, ഈ 5 പേരാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ എത്തിക്കപ്പെടാൻ ഏറെ സാധ്യതയുള്ളവർ. അവരിൽ നിന്ന് ഒരു 3 പേരെങ്കിലും പരിഗണിക്കാൻ പറ്റുമെങ്കിൽ പരിഗണിച്ചുകൊണ്ട് വിതരണം ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമമായ രീതി. ആ രീതിയിൽ ഫിത്ർ സക്കാത്ത് നമ്മൾ കൊടുത്തു വീട്ടുമ്പോൾ നമ്മുടെ നോമ്പിന്റെ ന്യൂനത പരിഹരിക്കപ്പെടുന്നു, നമ്മൾ ശുദ്ധീകരിക്കപ്പെടുന്നു. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ശുദ്ധീകരിക്കാനുള്ള വഴിയായി ഖദ് അഫ്ലഹ മൻ തസക്കാ, ഫിത്ർ സക്കാത്ത് കൊടുത്തവൻ അവൻ വിജയിച്ചിരിക്കും. വിരൽത്തുമ്പുകൾ നഗ്നതയുടെ കഥ പറയുമ്പോൾ, കർണപുടങ്ങൾ മ്യൂസിക്കിൽ ലയിക്കുമ്പോൾ, ചികഞ്ഞ ചിത്രങ്ങൾ ഇക്കിളിപ്പെടുത്തുമ്പോൾ, ആത്മീയ വീഥിയിലൂടെ വഴി നടത്താൻ വെബ്സൈറ്റ് യുഗത്തിലേക്കൊരു